ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ 26-ാം ഭാഗത്തിലേക്കാണ്. ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൽ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ മലയാളം മീനിങ്സ് തരുന്നുണ്ട്. അത് മാത്രമല്ല റിയൽ ലൈഫ് സെൻറ്റൻസ് യൂസേജസ് നൽകുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് വൺ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന വാക്കാണ് ക്ലാരിഫൈ. ശ്രദ്ധിക്കുക, ക്ലാരിഫൈ, CLARIFY, ക്ലാരിഫൈ അത് വെർബാണ്. വ്യക്തമാക്കുക, വ്യക്തമാക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ക്ലാരിഫൈ, വ്യക്തമാക്കുക. അതായത് ഒരു കാര്യം പറഞ്ഞിട്ട് ഒരാൾക്ക് മനസ്സിലായില്ലെന്ന് വിചാരിക്കുക, അത് ക്ലാരിഫൈ ചെയ്യുക, വ്യക്തമാക്കുക. വേണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ കുറച്ച് സിമ്പിളായിട്ട് പറയുക, അത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം എന്തെങ്കിലും കാര്യം വ്യക്തമാക്കുക, സ്പഷ്ടമാക്കുക എന്ന അർത്ഥം വരുന്നുണ്ട് ക്ലാരിഫൈ. അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ക്ലാരിഫൈഡ്. നമുക്ക് ക്ലാരിഫൈ കൂടാതെ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് പഠിക്കാനുണ്ട്. ക്ലാരിഫിക്കേഷൻ, വിശദീകരണം അല്ലെങ്കിൽ വ്യക്തമാക്കൽ എന്ന അർത്ഥം വരുന്നുണ്ട്. ക്ലാരിഫിക്കേഷൻ അതൊരു നൗണാണ്. ക്ലാരിറ്റി, നൗൺ, വ്യക്തത. എനിക്ക് ആ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു വ്യക്തത വേണമെന്നൊക്കെ പറയണമെങ്കിൽ വി ക്യാൻ സേ ഐ വാണ്ട് സം മോർ ക്ലാരിറ്റി, ഐ നീഡ് മോർ ക്ലാരിറ്റി ഓൺ ദാറ്റ്. ക്ലാരിറ്റി, വ്യക്തത. ക്ലാരിഫൈ, വ്യക്തമാക്കുക. റിലേറ്റഡ് വേർഡ്സ് ആണ്. ക്ലാരിഫിക്കേഷൻ, വിശദീകരണം അല്ലെങ്കിൽ വ്യക്തമാക്കൽ, സ്പഷ്ടമാക്കൽ. ക്ലാരിറ്റി, വ്യക്തത. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ശ്രദ്ധിക്കുക. ദ കമ്പനി ഒഫീഷ്യൽസ് sought clarification regarding the prices of the new laptops bought recently. അതായത് ഒരു സ്ഥാപനത്തിലേക്ക് കുറച്ച് ന്യൂ ലാപ്ടോപ്സ് വാങ്ങി. അപ്പോൾ ആ ലാപ്ടോപ്സ് വാങ്ങിയതിൽ പ്രൈസിൽ കുറച്ചും കൂടെ വ്യക്തത ആവശ്യമുണ്ട്. സെക്കൻഡ് വൺ, we need more clarification on the new set of rules for the employees. We need more clarification on the new set of rules for employees. എംപ്ലോയീസിനായിട്ട് ഒരു സ്ഥാപനത്തിൽ പുതിയ റൂൾസ് ഒക്കെ ഇറക്കി. അപ്പം അത് വ്യക്തമായിട്ടില്ല കുറച്ച് പേർക്കെങ്കിലും. ആ ന്യൂ സെറ്റ് ഓഫ് റൂൾസ് കുറച്ചും കൂടെ വ്യക്തമാക്കണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുറച്ചുകൂടെ വ്യക്തത വേണം, കുറച്ചും കൂടെ വിശദീകരണമോ ക്ലാരിഫിക്കേഷനോ വേണമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് wasn't able to clarify the reason for charging the additional amount. കസ്റ്റമർ കെയർ, ഒരു കസ്റ്റമർ വിളിച്ചു, ആൾക്കൊരു അഡീഷണൽ എമൗണ്ട് ബില്ലിൽ വന്നു. അപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് വിളിച്ചു ചോദിക്കുകയാണ്. പക്ഷേ ആ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവിന് അതിന് വ്യക്തത കൊടുക്കാൻ സാധിച്ചില്ല. എന്താണെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് കൂടുതൽ വ്യക്തത കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നെക്സ്റ്റ് വൺ, ഇറ്റ് ടുക്ക് സം എഫേർട്ട് ഫോർ ഹെർ ടു ക്ലാരിഫൈ ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ്. ഇറ്റ് ടുക്ക് സം എഫേർട്ട് ഫോർ ഹെർ ടു ക്ലാരിഫൈ ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ്. അതായത് അവളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി, ആ ഒരു സ്റ്റേറ്റ്മെന്റിന് കൂടുതൽ വ്യക്തത കൊടുക്കാൻ അവൾക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു, അവൾക്ക് കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വന്നു. നെക്സ്റ്റ് വൺ, ക്യാൻ യു ക്ലാരിഫൈ അബൌട്ട് ദി ഇമെയിൽ ദാറ്റ് യു സെൻഡ് ടു മീ ദിസ് മോർണിംഗ്. എനിക്കൊരു ഇമെയിൽ ഇന്ന് രാവിലെ അയച്ചല്ലോ, അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ വ്യക്തത ആവശ്യമുണ്ട്. അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ വ്യക്തത തരാൻ സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. യു നീഡ് ടു ക്ലാരിഫൈ യുവർ പൊസിഷൻ ഓൺ വിമൺ എംപവർമെന്റ്. യു നീഡ് ടു ക്ലാരിഫൈ യുവർ പൊസിഷൻ ഓൺ വിമൺ എംപവർമെന്റ്. വിമൺ എംപവർമെന്റിന്റെ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് നീ വ്യക്തമാക്കണം. Some of the statements made by the governor need more clarification. Some of the statements made by the governor need more clarification. ഇപ്പോൾ ഗവർണർ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തി, അതിൽ ചില സ്റ്റേറ്റ്മെൻറ്റ്സിന് കുറച്ചും കൂടെ വിശദീകരണം ആവശ്യമുണ്ട്, കുറച്ചും കൂടെ വ്യക്തമാക്കൽ ആവശ്യമുണ്ട്. അതാണ് പറയുന്നത് some of the statements made by the government need more clarification. കൂടുതൽ വിശദീകരണം, കൂടുതൽ വ്യക്തമാക്കൽ ആവശ്യമുണ്ട്. You can contact us if you need further clarification on assembling the product. അതായത് ഒരാളുടെ പ്രൊഡക്റ്റ് വാങ്ങി അത് എങ്ങനെ അസംബിൾ ചെയ്യണമെന്ന് അവർ പറഞ്ഞു കൊടുത്തു, കമ്പനി ഒഫീഷ്യൽസ് പറഞ്ഞു കൊടുത്തു. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ പ്രോഡക്റ്റ് അസംബിൾ ചെയ്യുമ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മളൊരു വാക്കും അതിൻ്റെ സെൻറ്റൻസ് യൂസേജസും പഠിച്ചു കഴിഞ്ഞ് നിങ്ങളിത് എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രദ്ധിക്കുക, അടുത്ത വാക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇന്നത്തെ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രെയിനിങ് സെഷൻ വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതെനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. മറ്റുള്ളവർക്കും ഈ ട്രെയിനിങ് സെഷൻ യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി നിങ്ങളിത് ഷെയർ ചെയ്യുകയും ചെയ്യാം. ശ്രദ്ധിക്കുക, ഞാൻ ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. 900 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് പ്ലസ് വോയിസ് ചാറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ടെലിഫോണിക് സപ്പോർട്ട് ഓപ്ഷനാണ് കൊടുക്കുന്നത്. 900 rupeesന്റെ കോഴ്സ് ഉദ്ദേശിക്കുന്നത് അതൊരു സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്ത് 10 എക്സാംസും അതിൻ്റെ ആൻസർ കീസും. ഞാനൊരു ബുക്കിൻ്റെ ഓർഡറാണ്, അതിൻ്റെ PDF ഫോർമാറ്റ് ഉണ്ട്. സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. പേഴ്സണൽ ട്രെയിനിൻ്റെ വോയിസ് ചാറ്റ് സപ്പോർട്ടുള്ള കോഴ്സാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു സർവീസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രോ ലെവൽ കോഴ്സ് ലെവൽ 1 ആണ്. ലെവൽ 2 കോഴ്സിൽ പ്രോ ലെവൽ കോഴ്സ് ലെവൽ 2 നിങ്ങൾക്ക് വോയിസ് ചാറ്റ് സപ്പോർട്ട് കൂടാതെ ലിമിറ്റഡ് നമ്പർ ഓഫ് ടെലിഫോണിക് ലൈവ് സപ്പോർട്ട് സെഷൻസും അവൈലബിൾ ആണ്. ശ്രദ്ധിക്കുക, കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സും റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന കോഴ്സ് പുസ്തക രൂപത്തിൽ അവൈലബിൾ ആണ്. ഞാൻ തന്നെയാണ് ഈ ബുക്കിൻ്റെ ഓതർ. ഇതിൻ്റെ സിലബസ് ശ്രദ്ധിക്കുക. കമ്മ്യൂണിക്കേറ്റീവ് ഐറ്റംസ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ഉണ്ട്, സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നുണ്ട്, ബേസിക്സ് ഇൻ ഇംഗ്ലീഷ്, ബേസിക് വേർഡ്സ്, അതായത് ഇംഗ്ലീഷിൽ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള 300 വേർഡ്സിൻ്റെ വേർഡ്സ് വിത്ത് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഗ്രൂപ്പ് ഡിബേറ്റ്സിൻ്റെയും പ്രസൻറ്റേഷൻസിൻ്റെയും മോഡൽസും കോൺവെർസേഷൻ പ്രാക്ടീസ് വരുന്നുണ്ട്. വിത്ത് ട്രാൻസ്ലേഷൻസ് ആണ്, എല്ലാത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൾറെഡി റീഡിംഗ് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ഈ ബുക്ക് നിങ്ങൾക്ക് ഭാവിയിൽ നല്ലൊരു റെഫറൻസ് ടൂളായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ യൂട്യൂബിലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. 100 മാർക്കിൻ്റെ ഒരു അസസ്മെൻറ്റ് അടക്കമാണ് വരുന്നത്. ഒറിജിനൽ ബുക്കിന് 300 റുപ്പീസാണ് വരുന്നത്. 257 പേജാണ് വരുന്നത്. 300 റുപ്പീസ് ബുക്കിൻ്റെ കോസ്റ്റാണ്, പ്ലസ് ഒരു 50 രൂപ ഷിപ്പിംഗ് ചാർജും വരും. ടോട്ടൽ 300 + 50 350 ആണ്. ഈ ഒരു ബുക്കിൻ്റെ ഈ ബുക്കും അവൈലബിൾ ആണ്. PDF ഫോർമാറ്റിലുള്ള ഈ ബുക്ക് നിങ്ങൾക്ക് ലോകത്ത് എവിടെ നിന്ന് ഓർഡർ ചെയ്യാം. വാട്സാപ്പിലൂടെയോ ഇമെയിലിലൂടെയോ PDF ഫോർമാറ്റ് ബുക്ക് അയച്ചു തരുന്നതാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗം പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ ചെയ്യാം. ഈ ബുക്കിന് 200 രൂപയാണ്. ഒറിജിനൽ ബുക്കിന് 300 + 50 ഷിപ്പിംഗ് ചാർജ് 350 ആണ് വരുന്നത്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന വാക്കാണ് അറ്റംപ്റ്റ്. അറ്റംപ്റ്റ് ഇതൊരു വെർബാണ്. ശ്രമിക്കുക എന്ന അർത്ഥമാണ് വരുന്നത്. ഒരു ആക്ഷൻ വെർബാണ്. ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അറ്റംപ്റ്റ്, ATTEMPT, അറ്റംപ്റ്റ്, ശ്രമിക്കുക. റിലേറ്റഡ് വേർഡ്സ് അതേ വേർഡ് വരുന്നുണ്ട്. അറ്റംപ്റ്റ് ഇതൊരു നൗണാണ്. ശ്രമം, ഒരു ശ്രമം എന്ന വാക്കിന് അർത്ഥം വരുന്നു. ഇംഗ്ലീഷ് വാക്ക് അറ്റംപ്റ്റ് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, അവനൊരു ശ്രമം നടത്തി, ഹി മെയ്ഡ് ആൻ അറ്റംപ്റ്റ്. കണ്ടോ, അവനൊരു ശ്രമം നടത്തി, ഹി മെയ്ഡ് ആൻ അറ്റംപ്റ്റ്. അവൻ ശ്രമിച്ചു, ഹി അറ്റംപ്റ്റഡ്. ഇപ്പോൾ പാസ്റ്റ് ഫോം വരുന്നുണ്ട്. ഇത് ഹി അറ്റംപ്റ്റഡ് ടു ഡു സംതിങ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ശ്രമിച്ചു, ഹി അറ്റംപ്റ്റഡ്. ഹി മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു ഡു സംതിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനൊരു കാര്യം ചെയ്യാൻ ശ്രമം നടത്തി. അപ്പോൾ ഇത് വെർബായിട്ട് വരും. ഇത് നൗണായിട്ട്, ഇത് വെർബാണ്, ഇത് നൗണാണ്. അപ്പോൾ നമുക്ക് അറ്റംപ്റ്റ് വെച്ചുള്ള സെന്റൻസസ് നോക്കാം. ഫസ്റ്റ് വൺ, ഹി ഡിഡ്ന്റ് ഗെറ്റ് ദ റിക്വയർഡ് മാർക്സ് ഇൻ ദ എക്സാം ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്. അവൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ അവന് ആ ഒരു എക്സാമിന് റിക്വയർഡ് ആയിട്ടുള്ള മാർക്സ് കിട്ടിയില്ല. ഹി അറ്റംപ്റ്റഡ് ടു റീച്ച് ഹെർ ഓൺ ഫോൺ ബട്ട് ഷീ ഡിഡ്ന്റ് അറ്റൻഡ് ഹിസ് കോൾ. അവൻ അവളെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ശ്രമിച്ചു എന്ന വാക്കാണ് വരുന്നത്. അറ്റംപ്റ്റ് പാസ്റ്റ് ഫോമാണ് അറ്റംപ്റ്റഡ്. ഹി അറ്റംപ്റ്റഡ് ടു റീച്ച് ഹെർ ഓൺ ഫോൺ. അവളെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ അവൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അറ്റംപ്റ്റ് എന്ന വെർബാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ഫോമാണ് അറ്റംപ്റ്റഡ്. നെക്സ്റ്റ് വൺ, several attempts were made to assassinate the new president. Several attempts were made to assassinate the new president. പുതിയതായിട്ട് ഭരണത്തിൽ കയറിയാണ്. അയാളെ കൊല്ലാൻ, അയാളെ മർഡർ ചെയ്യാൻ, അസാസിനേറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമങ്ങളുണ്ടായി, ഒരുപാട് ശ്രമങ്ങൾ നടത്തി. സെവറൽ അറ്റംപ്റ്റ്സ് വെർ മെയ്ഡ്. ഇവിടെ അറ്റംപ്റ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രമം, ശ്രമം, അറ്റംപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രമങ്ങൾ. സെവറൽ അറ്റംപ്റ്റ്സ് വെർ മെയ്ഡ്, പല ശ്രമങ്ങളും നടത്തി. ഡോണ്ട് അറ്റംപ്റ്റ് ടു സ്വിം അക്രോസ് ദ റിവർ നൗ, ഇറ്റ്സ് ടു ഡേഞ്ചറസ്. നദി കുറുകെ നീന്തി കടക്കാൻ ഇപ്പോൾ ശ്രമിക്കരുത്, അത് വളരെ അപകടകരമാണ്. ഹി ഡിഡ്ന്റ് മേക്ക് എനി അറ്റംപ്റ്റ്സ് ടു ലുക്ക് ഫോർ എ ജോബ് അബ്രോഡ്. ഹി ഡിഡ്ന്റ് മേക്ക് എനി അറ്റംപ്റ്റ്സ് ടു ലുക്ക് ഫോർ എ ജോബ് അബ്രോഡ്. വിദേശത്ത് ഒരു ജോലി അന്വേഷിക്കാൻ, ഒരു ജോലി നോക്കാൻ ഉള്ള ശ്രമങ്ങളൊന്നും അവൻ നടത്തിയില്ല. ഹി ഡിഡ്ന്റ് മേക്ക് എനി അറ്റംപ്റ്റ്സ്, അവൻ ശ്രമങ്ങൾ ഒന്നും നടത്തിയില്ല. നൗണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദ പോലീസ് ഹാഡ് ടു യൂസ് ഫോഴ്സ് ഇൻ ആൻ അറ്റംപ്റ്റ് ടു കൺട്രോൾ ദ മോബ്. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിൽ പോലീസിന് ശക്തി ഉപയോഗിക്കേണ്ടി വന്നു, ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു. നെക്സ്റ്റ് വൺ, നോ വൺ ഹാസ് എവർ അറ്റംപ്റ്റഡ് ടു സ്വിം അക്രോസ് ദാറ്റ് റിവർ. നോ വൺ ഹാസ് എവർ അറ്റംപ്റ്റഡ് ടു സ്വിം അക്രോസ് ദാറ്റ് റിവർ. വളരെ ആഴമുള്ള ആ നദി നീന്തി കടക്കാൻ, വളരെ വെള്ളം ഒഴുക്കുള്ള നദി നീന്തി കടക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. നോ വൺ ഹാസ് എവർ അറ്റംപ്റ്റഡ്, ആരും ശ്രമിച്ചിട്ടില്ല ആ നദി നീന്തി കടക്കാൻ. വൺ ലാസ്റ്റ് അറ്റംപ്റ്റ് വാസ് മെയ്ഡ് ടു സേവ് ദ പേഷ്യൻസ് ലൈഫ്. One last attempt was made to save the patient's life. പേഷ്യന്റിന്റെ, രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഒരു അവസാന ശ്രമം നടത്തി. One last attempt. So ഇവിടെ ഈ നൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ശ്രമം നടത്തി. One last attempt, അവസാനത്തെ ശ്രമം, അവസാനമായിട്ടൊരു ശ്രമം. One last attempt was made to save the patient's life. Has he ever attempted to overcome his fear of darkness? Has he ever attempted to overcome his fear of darkness? അവൻ്റെ ഇരുട്ടോണ്ടുള്ള പേടി മറികടക്കാൻ, തരണം ചെയ്യാൻ, അതിജീവിക്കാൻ അവൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വാക്ക്, അതിൻ്റെ യൂസേജസ് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു.